ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. പരിക്കൊന്നുമില്ലല്ലോ രണ്ടുപേർക്കും? ഏയ് ഇല്ല സർ, അതിനൊന്നും പറ്റിയില്ല. ഞാൻ അവിടെ നിന്ന് നേരെ ഡോക്ടറുടെ അടുത്തേക്കാണ് പോയത്. അപ്പോഴാ അച്ഛൻ ഈ അവസ്ഥയിൽ കിടക്കുന്ന അറിഞ്ഞത്. അതുകൊണ്ടാണ് നേരെ ഇങ്ങോട്ട് വന്നത്. നന്ദിയുണ്ട് എല്ലാവരോടും, കൂടെ നിന്നതിനും ആശ്വസിപ്പിച്ചതിനെല്ലാം. ഒരു രണ്ടാം ജന്മം പോലെയാ എന്റെ കുട്ടികൾ എന്റെ മുന്നിൽ നിൽക്കുന്നു. എല്ലാം എന്റെ ഭഗവാന്റെ അനുഗ്രഹം. എനിക്ക് നല്ല പേടിയാവുന്നു. എന്തെങ്കിലും കാരണവശാൽ പിടിക്കപ്പെട്ട എന്റെ സ്വപ്നങ്ങളെല്ലാം അതോടെ ഇല്ലാതാവും. കണിമംഗലത്തോ ആറ്റുവാശ്ശേരിയിലോ പിന്നെ എനിക്ക് സ്ഥാനമൊന്നും ഉണ്ടാവില്ല. ലൊക്കേഷനിൽ നിന്ന് ഓടിപ്പോയവര് ഒരു കാരണവശാലും തിരിച്ചു വരില്ല. അവരെ പോലീസ് പിടിച്ചാലും നമ്മുടെ പേര് പറയില്ല. ആ കാര്യത്തിൽ ഗ്യാരണ്ടി പറയാൻ എനിക്ക് പറ്റും. വേറെന്തെങ്കിലും രീതിയിൽ അന്വേഷണം വന്നാലോ? പോലീസുകാർ ഏതൊക്കെ രീതിയിലാ സഞ്ചരിക്കാൻ നമുക്കറിയില്ലല്ലോ. നീ എന്തിനാ അവനോട് തട്ടിക്കയറുന്നത്? ഏത് രീതിയിലുള്ള അന്വേഷണം വന്നാലും അത് തടയാനുള്ള മാർഗം നോക്കാന്നല്ലേ അവൻ പറഞ്ഞത്. പ്രിയങ്കെ, ഇപ്പോഴത്തെ അവസ്ഥയില് ഞാൻ നിന്നോടൊരു കാര്യം പറയാം. അന്വേഷണം വന്നാ പോലും നിന്നെ രക്ഷിക്കാൻ പറ്റുക രാധികയ്ക്ക. അതിന് നീ എന്താ ചെയ്യേണ്ടെന്നറിയോ? മനസ്സിലുള്ള ദേഷ്യമൊക്കെ തൽക്കാലം അങ്ങ് മാറ്റ്. എന്നിട്ട് ചേച്ചിയാണ് നിന്റെ ജീവനെന്ന് പറഞ്ഞു അങ്ങ് കരയാ. അത് പറ്റുമോ നിന്നെ കൊണ്ട്? കൽപ്പന പറഞ്ഞത് സത്യമാ. നിനക്കെതിരെ ഒരു അന്വേഷണം തിരിയുമ്പോ അത് രാധിക തന്നെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ഇതല്ലാതെ വേറെ മാർഗമില്ല. എല്ലാവരുടെ മുമ്പിലും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ടല്ലോ. സ്വന്തം നിലനിൽപ്പിനല്ലേ അത് ചെയ്യുന്നത്. അതുകൊണ്ട് നിനക്കിതിൽ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ലെന്നറിയാം. ചെറിയമ്മേ, ഒരാപത്ത് വന്നപ്പോഴേക്ക് നിങ്ങളുടെ സംസാരമൊക്കെ അങ്ങ് മാറുന്നുണ്ടല്ലോ. ഇങ്ങനെ പോയാ എന്തെങ്കിലും പ്രശ്നം വന്നാ നിങ്ങൾ എന്നെ ഒറ്റപ്പെടുത്തുമല്ലോ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്നെ ഇതോടെ നിങ്ങൾ ഒതുക്കാന്ന് വിചാരിക്കണ്ട. എനിക്കെന്തെങ്കിലും പ്രശ്നം വന്ന് ഞാൻ കണിമംഗലത്ത് നിന്ന് പുറത്തായാലും എനിക്ക് പുറകിലെ നിങ്ങൾ 3 പേരും ഉണ്ടാവും. ഇവളെ സൂക്ഷിക്കണം ചെറിയമ്മേ. ഇവള് നമ്മൾ വിചാരിച്ചത്ര നിസ്സാരക്കാരിയല്ല. വരുൺ കൊക്കേലി വീണെന്ന് പറഞ്ഞിട്ട് കുലുങ്ങാത്ത മനസ്സാ അവളുടേത്.